നമസ്കാരം. ഡോക്ടർ മൻമോഹൻ സിംഗ് ഓർമ്മയാകുമ്പോൾ ബാക്കിയാകുന്നത് വളരെ സൗമ്യനായ ഒരു തീർത്തും അക്കാഡമിക്കായ ഒരു പ്രധാനമന്ത്രിയെയാണ്. അദ്ദേഹം എല്ലാ കാര്യത്തിലും ഒരു വിദഗ്ധൻ്റെ കാഴ്ചപ്പാടോടുകൂടി തന്നെയാണ് കാര്യങ്ങൾ ചെയ്തിരുന്നത്. അന്ന് പലരും വിമർശിച്ചിരുന്നു, അദ്ദേഹം നെഹ്റു കുടുംബത്തിൻ്റെ വാക്കുകൾ മാത്രം അനുസരിച്ച് മുന്നോട്ട് പോകുന്ന ഒരാളാണ്, അവർ പറയുന്നതൊക്കെ തന്നെ ചെയ്യുന്ന, അവരുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന ഒരാളാണ് എന്നൊക്കെ. പക്ഷേ രാജ്യത്തിൻ്റെ ഒരുപക്ഷെ വിധി തന്നെ മാറ്റുന്ന തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ഡോക്ടർ മൻമോഹൻ സിംഗിന് കഴിഞ്ഞിരുന്നു. എന്നാൽ അദ്ദേഹത്തിൻ്റെ പ്രധാനമന്ത്രി പദത്തിലെ ഒരുപക്ഷെ ഏറ്റവും വേദനാജനകമായ ഒരു അനുഭവം ഉണ്ടായതും കോൺഗ്രസിൽ നിന്ന് തന്നെയാണ്. അത് മറ്റാരിൽ നിന്നുമല്ല, സാക്ഷാൽ രാഹുൽ ഗാന്ധിയിൽ നിന്നാണ്. 2013 ആ സംഭവം ഉണ്ടായത്. 2013 സുപ്രീം കോടതിയുടെ ഒരു സുപ്രധാന കേസിൽ, അതായത് ലില്ലി തോമസ് കേസിൽ സുപ്രീം കോടതിയുടെ ഒരു ഉത്തരവ് ഉണ്ടായിരുന്നു. അത് പൊതുപ്രവർത്തകർ ഏതെങ്കിലും ഒരു കേസിൽ ശിക്ഷിക്കപ്പെട്ടാൽ അവരുടെ ആ അംഗത്വം, അതായത് MP ആണെങ്കിലും MLA ആണെങ്കിലും എല്ലാം അവരുടെ ആ അംഗത്വം നഷ്ടമാകും എന്നായിരുന്നു സുപ്രീം കോടതി വിധി. ഈ കോടതി വിധിയെ മറികടക്കുന്നതിനായി ഒരു ഓർഡിനൻസ് കൊണ്ടുവരാൻ അന്ന് മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരുന്ന മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. വലിയ നിയമവിദഗ്ധരായ കപിൽ സിബലും P. ചിദംബരവും എല്ലാം ഉൾപ്പെടുന്ന അതിപ്രഗത്ഭരായ മന്ത്രിമാരായിരുന്നു ആ മന്ത്രിസഭയിലുണ്ടായിരുന്നത്. അവരുടെയൊക്കെ ഒരുപക്ഷെ ഉപദേശമനുസരിച്ചായിരിക്കാം ഇത് സംബന്ധിച്ച ഓർഡിനൻസ് തയ്യാറാക്കി രാഷ്ട്രപതിയായിരുന്ന പ്രണബ് മുഖർജിക്ക് അയച്ചത്. ഇതേ തുടർന്ന് ഡോക്ടർ മൻമോഹൻ സിംഗ് അമേരിക്കൻ സന്ദർശനത്തിന് പോവുകയും ചെയ്തു. അന്ന് അമേരിക്കൻ പ്രസിഡൻ്റായിരുന്ന ബരാക് ഒബാമയുമായി അദ്ദേഹം ചർച്ച നടത്തുന്നുണ്ടായിരുന്നു. ചർച്ച കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോഴാണ് മൻമോഹൻ സിംഗ് അദ്ദേഹത്തെ ഒരുപക്ഷെ ഞെട്ടിപ്പിക്കുകയും അദ്ദേഹത്തിന് ഒരുപാട് അപമാനം തന്നെ തോന്നുന്ന തരത്തിലുള്ള സംഭവം ഡൽഹിയിൽ അരങ്ങേറിയത്. പ്രസ് ക്ലബ്ബ് ഓഫ് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രസ് ക്ലബ്ബിൽ അന്ന് കോൺഗ്രസിൻ്റെ ഉപാധ്യക്ഷനായിരുന്ന രാഹുൽ ഗാന്ധി ഈ ഓർഡിനൻസിൻ്റെ കോപ്പി പരസ്യമായി വലിച്ചു കീറുകയും ഇത് ഉടൻ തന്നെ പിൻവലിക്കണം എന്നും ഇത് അഴിമതിക്കാർക്ക് വേണ്ടിയുള്ള ഒരു നിയമ നിർമ്മാണമാണ് എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിക്കുകയും ചെയ്തു. അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഇത് ചവറ്റുകുട്ടയിലിടേണ്ട ബില്ലാണ് എന്നാണ്. ഒരുപക്ഷെ ബരാക് ഒബാമയുമുള്ള ചർച്ച കഴിഞ്ഞ് വളരെ ആഹ്ലാദവാനായി പുറത്തേക്കെത്തിയ ഡോക്ടർ മൻമോഹൻ സിംഗിനെ കാത്തിരുന്നത് അദ്ദേഹം ഏറ്റവും ക്രൂരമായി ഈ അത്തരത്തിൽ അപമാനിക്കപ്പെട്ട ഒരു വാർത്ത തന്നെയായിരുന്നു. രാഹുൽ ഗാന്ധി എന്തിനാണ് ഇത് ചെയ്തത് എന്ന് ഇനിയും ആരും വിശദീകരിച്ചിട്ടില്ല. പാർട്ടിയുടെ എല്ലാ ഫോറങ്ങളിലും ചർച്ച ചെയ്ത്, മന്ത്രിസഭയിലും പാർട്ടിയുടെ ഉന്നതകാര്യ സമിതിയായ വർക്കിംഗ് കമ്മിറ്റിയിലും എല്ലാം ചർച്ച ചെയ്ത് ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുത്ത് പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ഇതിനായി രാഷ്ട്രപതിക്ക് ഓർഡിനൻസ് അയക്കുമ്പോൾ പെട്ടെന്ന് രാഹുൽ ഗാന്ധി എത്തി ഈ ഓർഡിനൻസ് വലിച്ചെറിഞ്ഞ് ചവറ്റുട്ട് ഇടേണ്ടതാണെന്നും ഇത് അഴിമതിക്കാരെ സംരക്ഷിക്കാനാണെന്നും ഒക്കെ പറഞ്ഞത് ഡോക്ടർ മൻമോഹൻ സിംഗിനെ ഏറെ വേദനിപ്പിച്ചിരുന്നു എന്നാണ് പറയുന്നത്. കാരണം മൻമോഹൻ സിംഗ് ഒരിക്കലും അഴിമതിക്കാരനാണെന്ന പേര് കേട്ട ആളെ അല്ല. ജീവിതത്തിലുടനീളം അദ്ദേഹത്തിൻ്റെ ആ വിശുദ്ധി പുലർത്തിയിരുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ്. അങ്ങനെയുള്ള മൻമോഹൻ സിംഗ് അഴിമതിക്കാരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഓർഡിനൻസ് കൊണ്ടുവന്നു എന്ന രീതിയിൽ സ്വന്തം പാർട്ടിയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ ആരായാലും വേദനിച്ചു പോകും. പക്ഷേ കാലം രാഹുൽ ഗാന്ധിക്ക് ഇതിന് ഒരു മറുപടി നൽകിയത് 2023 അതായത് കഴിഞ്ഞ വർഷമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരായ മോശം പരാമർശത്തിൻ്റെ പേരിൽ രാഹുൽ ഗാന്ധിയെ ഗുജറാത്ത് കോടതി ശിക്ഷിച്ചപ്പോൾ രാഹുൽ ഗാന്ധിക്ക് അദ്ദേഹത്തിൻ്റെ MP സ്ഥാനം നഷ്ടപ്പെടുകയായിരുന്നു. ഒരുപക്ഷെ അന്ന് ആ ഓർഡിനൻസ് പാസ്സാക്കിയിരുന്നു എങ്കിൽ രാഹുൽ ഗാന്ധിക്ക് ഒരിക്കലും അദ്ദേഹത്തിൻ്റെ MP സ്ഥാനം കേസിൽ ശിക്ഷിക്കപ്പെട്ടതിൻ്റെ പേരിൽ നഷ്ടപ്പെടില്ലായിരുന്നു എന്നുള്ളത് ഈ കേസിൻ്റെ വിധി വന്ന സമയത്ത് പലരും ഓർത്തിരുന്നു. പല കോൺഗ്രസ് നേതാക്കളും ഇക്കാര്യം അടക്കം പറഞ്ഞിരുന്നതല്ലാതെ ആരും പരസ്യമായി പറഞ്ഞിരുന്നില്ല. എങ്കിലും മൻമോഹൻ സിംഗിൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ പ്രധാനമന്ത്രി എന്നുള്ള നിലയിലുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു ജീവിതത്തിൽ വളരെ ഒരു കറുത്ത നിഴൽപ്പാട് വീഴ്ത്തിയ സംഭവം തന്നെയായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ഈ ഒരു പെരുമാറ്റം. രാഹുൽ ഗാന്ധി എന്തിനാണ് അങ്ങനെ ചെയ്തതെന്ന് ഇനിയും അദ്ദേഹം വിശദമാക്കിയിട്ടില്ല. മൻമോഹൻ സിംഗിനെ സംബന്ധിച്ച് അദ്ദേഹം ലോകം ആരാധിക്കുന്ന ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ്. ഇന്ത്യയിൽ റിസർവ് ബാങ്ക് ഗവർണറും കേന്ദ്ര ധനകാര്യമന്ത്രിയും പ്രധാനമന്ത്രിയും ഒക്കെ ആയിരിക്കുന്ന ഒരാൾ. അദ്ദേഹത്തോടൊന്ന് ചോദിക്കുകയെങ്കിലും ചെയ്തിട്ട് ഇത് ചെയ്തുകൂടായിരുന്നോ എന്ന് പല കോൺഗ്രസ് നേതാക്കളും അന്ന് രഹസ്യമായി പറഞ്ഞിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ ആർക്കും നെഹ്റുവിനോടൊപ്പം ചോദ്യം ചെയ്യാൻ ധൈര്യമില്ലാതിരുന്നത് കൊണ്ട് ആരും ഒന്നും പറഞ്ഞില്ല. പക്ഷേ ഈ പ്രതിപക്ഷം ഇതൊരു ആയുധമാക്കി എടുക്കുകയും മൻമോഹൻ സിംഗിനെ അങ്ങേറ്റം വിമർശിക്കുന്നതിനും വേണ്ടി ഇത് ഉപയോഗിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ കഴിഞ്ഞ വർഷം 2023 പല കോൺഗ്രസ് നേതാക്കളും ഇക്കാര്യം ഓർത്ത്, ഒരുപക്ഷെ രാഹുൽ ഗാന്ധിയും ഓർത്ത് കാണും, അന്ന് ആ അബദ്ധം കാണിച്ചില്ലായിരുന്നുവെങ്കിൽ ഇന്നും തനിക്ക് MP ആയി തുടരാമായിരുന്നു, തൻ്റെ പദവി നഷ്ടപ്പെടില്ലായിരുന്നു എന്ന്. ഏതായാലും ഡോക്ടർ മൻമോഹൻ സിംഗ് യാത്രയാകുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിനെ ഒരുപക്ഷെ ഏറ്റവും വേദനിപ്പിച്ച സംഭവങ്ങളിലൊന്ന് തന്നെയായിരിക്കാം ഈ ഓർഡിനൻസ് കീറിയെറിഞ്ഞ സംഭവം.